നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലണ്ടൻ പരിപാടികളൊക്കെ? ഈ 2 ആഴ്ചയിലെ ഇടവേളയ്ക്ക് ശേഷം ലൂസ് ടോക്കിൽ വന്നിരിക്കുന്നത്. ഈ ലൂസ് ടോക്ക് ഭയങ്കരമായ ഞാൻ സത്യം പറഞ്ഞാൽ ലൂസ് ടോക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് ആളുകൾ നമ്മളവിടെ ചെന്ന ആളുകളെ കാണുമ്പോൾ അവർ ലൂസ് ടോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ അമേരിക്കക്കാർ കൂടാതെ ഈ ബ്രിട്ടീഷുകാർക്കും ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മുടെ ലൂസ് ടോക്കാന്ന് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇതിന് അരമണിക്കൂറുണ്ടല്ലോ, ഇതങ്ങ് ഓൺ ചെയ്തിട്ട് അങ്ങ് കേട്ടോണ്ട് അങ്ങ് പോകും. ബ്ലൂടൂത്തിൽ മറ്റേതൊക്കെ നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മാറണം, ഫോണെ തപ്പിയിട്ട് തെക്കണം, ഇതൊന്നും ചെയ്യണ്ടല്ലോ. ഇത് ചെറിയ യാത്രയാണെങ്കിൽ ഇതങ്ങ് ഓൺ ചെയ്യുക. എനിക്ക് തോന്നുന്നു യു കെയിൽ അവരുടെ രാവിലത്തെ സമയത്തെങ്ങാണ്ട കിട്ടുന്നില്ല, ഉച്ച അല്ല യു കെയിലല്ല, യു കെയിലെ ഉച്ചയ്ക്കാണ്. അതായത് 6 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, 4.5 മണിക്കൂർ പുറകോട്ട്. അപ്പോൾ ഇവർക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കേൾക്കാം ഈ സാധനം റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് കേൾക്കാം. അമേരിക്കയിൽ ജോലിക്ക് പോകുമ്പോഴാണ് അവർക്ക് വൈകുന്നേരമാണ് നമ്മളെ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നേരം വെളുക്കുമ്പോൾ അവർക്ക് ഈ പ്രഭാതത്തിലാണ് അവർ ഈ സാധനം കേൾക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ സംഭവങ്ങളും അവർക്ക്. അതുകൊണ്ട് ഒരുപാട് പേര് ലൂസ് ടോക്കിനെ കുറിച്ച് പറയും, നിങ്ങളുടെ ലൂസ് ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരുപാട്. നമ്മളിപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഒന്ന് പ്രതിപാദിച്ചു പോകുന്നു. അപ്പോൾ ഒരു സത്യത്തിൽ ഇതിൻ്റെ ഇന്നത്തെ വാർത്തകളുടെ ഒരു സംഗ്രഹമാണ്, ചുരുക്കത്തിലുള്ള ഒരു സംഭവം നമ്മൾ അരമണിക്കൂറിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. എനിക്കുണ്ടായ ഒരു പ്രത്യേകത, ഞാൻ അവിടെ ഞാൻ എപ്പോഴും ഹീത്രോ എയർപോർട്ടിൽ ചെന്നിറങ്ങും, അവിടുന്ന് ഒരു റെന്റൽ കാർ എടുക്കും. അതുകൊണ്ടാണ് റെന്റൽ കാർ എടുത്തിട്ടാണ് എൻ്റെ യാത്ര. തിരിച്ച് ഞാൻ റെന്റൽ കാർ കൊണ്ടുവന്ന് ഈ ഹീത്രോ എയർപോർട്ടിൽ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു പോയാലും എത്ര ദിവസം ഉണ്ട്, എത്ര ദിവസം, ഓരോ ദിവസം അനുസരിച്ചാണ് പൈസ ഈടാക്കുന്നത്. ശരി. ഇൻഷുറൻസ് എല്ലാം കൂട്ടിത്തരും. പൈസ നന്നായിട്ടാവും, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സേഫ് ആയിട്ട് പോകാം. പുതിയ കാർ കിട്ടും. 2026 കാറാണ് ഇപ്പം കിട്ടിയത്. നമ്മൾ അതിലേക്കെല്ലാം കറങ്ങി തിരിച്ച് നമ്മൾ സേഫായിട്ട് ഉപയോഗിക്കണമെന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്തത്. ഇക്കുറി അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പം നമ്മൾ അങ്ങോട്ട്, അപ്പം പിന്നെ അവാർഡിനായിട്ട് തിരക്കുണ്ടായിരുന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? അങ്ങ് വടക്കാൻ ഞങ്ങളൊരു പരീക്ഷണം നടത്തിയതാണ്. ഞങ്ങൾ സാധാരണ മലയാളികൾ ഒരു 1000 ഫാമിലിയെങ്കിലും ഉള്ളിടത്താണ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ക്രൗഡ് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് രാവിലെയൊക്കെ ജോലിക്ക് പോയിട്ട് അവരെല്ലാം വൈകുന്നേരം ഇതിന് വരും. അപ്പോൾ രാത്രിയാകുമ്പോൾ തിങ്ങി നിറഞ്ഞ ആളാണ്. ഇത്തവണ ഞങ്ങൾ പരീക്ഷണാർത്ഥം ഒരു ഗ്രിംസ്ബി എന്ന് പറയുന്ന ഒരു 80 മലയാളി ഫാമിലി മാത്രമുള്ള ഒരു സ്ഥലത്താണ്. അപ്പം നമ്മുടെ പ്രതീക്ഷ പരിസരത്തുള്ള ആളുകൾ വരും എന്നാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആളുകൾ എത്തിയിട്ടില്ല. ഒത്തിരി അകന്നിട്ടായിരുന്നു. ഒരുപാട് വടക്കാൻ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെ അപ്പോൾ ഒരുപാട് ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഒരു വശത്താണ്. രണ്ടാമത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ തവണയും ഞങ്ങൾ ലാസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂണോ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയോ ചെയ്യും. വെച്ചാൽ ഈ ജൂലൈ ഹോളിഡേ തുടങ്ങുക. ഇത്തവണ ഞങ്ങൾക്ക് ആ ഹാൾ അവിടെ ലഭ്യമില്ലാത്തത് കാരണം 3rd സാറ്റർഡേ വെച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ തന്നെയുള്ള പകുതി പേര് നാട്ടിൽ പോയി. അതാണ് അവർ വെക്കേഷന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു അതേസമയം പ്രോഗ്രാം ഗംഭീരമായിരുന്നു. മനോഹരമായ ഡാൻസുകൾ. അല്ലെ, എങ്ങനെ പോയാലും 10,000-2000 പേര് വന്നു. അത് പ്രൊഫഷണൽ ടീംസ് ആയിരുന്നു. വലിയ പ്രൊഫഷണൽ. അവിടെ ഒരുപാട് ഡാൻസ് സ്കൂളുകളുണ്ട്, മലയാളികൾ. ഈ ഡാൻസ് സ്കൂൾ അവിടെ ചില കാളി എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ട്. അതൊക്കെ ഒരു ആർട്ട് പെർഫോമൻസ് ആണ്, ഭയങ്കര ആർട്ട് പെർഫോമൻസ്. അതൊരു 10-25 പേരൊക്കെ ആയിരിക്കും ഒരു പ്രോഗ്രാമിൽ. നിറച്ച് അസാധാരണമായ ഡാൻസും ഭയങ്കരമായ എല്ലാ കഥകളിയും നമ്മുടെ നാട്ടിൻ പുറത്തെ അടിസ്ഥാന സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അവരുടേതായ കൊറിയോഗ്രാഫി സാധനങ്ങളാണ്. ഗംഭീരം. ഈ നമ്മളിവിടെ കുറെ ക്രൗഡ് പുള്ളേഴ്സിനെ കൊണ്ടുപോയിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ മിസ് കേരള, മിസ്സസ് കേരള എന്ന് 2 മത്സരം നടത്തുന്നത്. ഇതിനെ കൂടെ ഇതെല്ലാം കൂടെ അങ്ങ് കൺജസ്റ്റഡ് ആയി. നമ്മളൊരു 8:30 നടക്കാൻ അതെല്ലാം ഇതിന്റെ ഇടയിലൊക്കെ കയറ്റി കൊണ്ടുപോയി. വൈകുന്നേരം 8:30 തീരുന്ന പരിപാടി തന്നപ്പോൾ 11:30 രാത്രി. അപ്പൊ അതിൻ്റെതായ ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവും. ഞാൻ അത്ര ഹാപ്പി അല്ല ഇത്തവണ അവാർഡിന്. നമ്മൾ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇത്രയും പേരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഒരു 100-400 പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കലാകാരന്മാരും എല്ലാം കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരും 26 പേര്. തിരുവാതിരയ്ക്ക് മാത്രം 26 പേരുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേരുടെ ഒരു അധ്വാനവും ഓരോരുത്തരും മുടക്കം വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തേത് തൃപ്തികരമായിരുന്നില്ല. എനിവേ, അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ 3-4 ദിവസം അതിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് ഈ ഫുട്ബോൾ മത്സരം എന്ത് ചെയ്യുന്നറിയാൻ ഞാൻ ഈ ഫുട്ബോൾ വിടുന്നിടം വരെ വിമാനം 10:30 അവിടെ നിന്ന് പോകുന്നത്. വിടുന്നത് വരെ നോക്കിയിരുന്നപ്പോഴും ഗോളില്ല. അപ്പം ഇഞ്ചറി ടൈം കഴിഞ്ഞു, ഗോളില്ല എന്നറിയുമ്പോഴാണ് വിമാനം പൊങ്ങുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇനി 11 മണിക്കൂർ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു, സ്പെയിൻ ജയിച്ചെന്ന്. അല്ല, കളി ബോറായിരുന്നു. ഫൈനലും ലൂസേഴ്സ് ഫൈനലും ഒക്കെ ബോറായിരുന്നു ശരിക്കും, ഉറക്ക വിളച്ചതിന്. അതേസമയം ഇടയ്ക്ക് നടന്ന സെക്കൻഡ് റൗണ്ടും ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഒക്കെ വളരെ നല്ല കളികളുണ്ടായിരുന്നു. ഇത് പക്ഷേ ഭയങ്കര ബോറായിട്ട് ആ ദിവസങ്ങൾ അങ്ങനെ ഒരു തിരക്ക് പിടിച്ചു പോയി. പിന്നെ എയർ ഇന്ത്യ യാത്ര ഞാൻ രാവിലെ വീഡിയോ ചെയ്താൽ അതേക്കുറിച്ച് പറയുന്നില്ല. സ്ഥിരമായിട്ടുള്ള ഞാൻ എയർ ഇന്ത്യക്ക് യാത്ര, ചിലരൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാജൻ ഇങ്ങനെ എയർ ഇന്ത്യക്ക് യാത്ര എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ യാത്ര ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം
ഒന്ന്, നമ്മൾ ഈ ഡൊമസ്റ്റിക് ബിസിനസ്സുകളെ സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ, ഞാൻ എപ്പോഴും പറഞ്ഞത് ഇന്ത്യയുടെ ബ്രാൻഡാണ് എയർ ഇന്ത്യ. ഇതിനൊരു നല്ല ഇതുണ്ടായി, സൽപ്പേരുണ്ടായി, കൃത്യമായിട്ട് ഓടി സർവീസ് ആയി കഴിഞ്ഞാൽ എമിറേറ്റ്സൊക്കെ UAE എന്ന രാജ്യത്തുണ്ടാക്കുന്ന ഇമേജ് എത്ര എന്നറിയാം. അതെ, അതെ. അതിന് ബദലായി നമുക്ക് വളരെ സ്കോപ്പ് ഉണ്ട്. മാത്രമല്ല നടക്കത്തില്ല, നമ്മുടെ ജിയോഗ്രഫിക്കൽ പൊസിഷനിങ് ഉണ്ടല്ലോ. അതെ. അപ്പം നമ്മുടെ വിമാനം ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വിമാനത്താവളങ്ങളുണ്ട്. ഇപ്പം ഡൽഹി, ബോംബെ, കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാം വിമാനത്താവളങ്ങൾ. ഇവിടെ നിന്ന് ഈ ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു ഹബ്ബായി മാറ്റാൻ പറ്റും. ഇത് ഇവിടെ നിന്ന് പുറപ്പെടാം. അതായത് അമേരിക്കയിൽ നിന്ന് വരുന്നവരോ യൂറോപ്പിൽ നിന്ന് വരുന്നവരോ ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോകാം. അല്ലെ അവർക്ക് ഒരു ഒറ്റ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പ്രയാസമാണല്ലോ. ഇതെല്ലാം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിച്ചാണ് പോകുന്നത്. അതെ, അവിടെ നിന്നാണ് എല്ലാം പോകുന്നത്. അതിനേക്കാൾ സൗകര്യം ഇതാ. കാരണം ഇതാണ് എളുപ്പമുള്ള വഴി. അപ്പം ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഈവൻ ഈ മറ്റേ കൊളംബോയിൽ ഇറങ്ങത്തില്ലയോ ഓസ്ട്രേലിയക്ക് പോകുന്ന വിമാനങ്ങൾ? കൊളംബോ തൊട്ടടുത്താണല്ലോ. അതെ. ഞാനൊരിക്കൽ കൊളംബോ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് എല്ലാം കയറി, സാധാരണ അന്താരാഷ്ട്ര വിമാനമാണല്ലോ, ആദ്യം കൊളംബോയ്ക്ക് പോയതാ. നമ്മൾ ഇവിടുന്ന് എല്ലാം കയറി സാധനം ഇരുന്നപ്പോഴത്തേക്കും അനൗൺസ്മെന്റ്, ലാൻഡിങ് അനൗൺസ്മെന്റ്. ഞാനിതിനെ പറ്റി ഇതിപ്പോ പൊങ്ങിയതല്ലേ ഉള്ളൂ, ഇതിന് 35 മിനിറ്റേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് കണ്ണൂർക്ക് പോകാനായിട്ട് അതിക്കുള്ള സമയത്ത് സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന ദൂരമേ ഉള്ളൂ, തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയ്ക്ക് പോകുന്നത്. എന്തൊരു വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. നമ്മളൊന്ന് നേരെ ഇരിക്കുന്നതിന് മുമ്പ് വിമാനം ഇത് പൊങ്ങുന്നതും സൗണ്ട് അനൗൺസ്മെന്റ് കേട്ടു, താഴുന്നത് കേട്ടോ. അങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പം ആദ്യം ഇപ്പം ലൈവായി നിൽക്കുന്ന വിഷയം പാറ്റാ സമരം. അപ്പം ഞാൻ ഇന്നിപ്പോൾ പോലും എനിക്ക് പാറ്റാ സമരത്തെ ലേറ്റസ്റ്റ് സ്റ്റേജ് അപ്ഡേറ്റ് കിട്ടിയില്ല. ഇപ്പം കാണുമ്പോൾ പോലും അവിടെ വലിയ സംഘർഷം നിൽക്കുക. എനിക്ക് VD സതീശനൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. പാറ്റാ സമരം ഒരു മാസം മുമ്പ് തുടങ്ങുമ്പം വെറും ഒരു സാധാരണ സമരം മാത്രമാണ്. കേന്ദ്ര സർക്കാർ അന്നേരം ഇതിനെ വലിയ ഗൗരവമായിട്ട് കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന IT പ്രൊഫഷണൽ UK നിന്ന് ഇവിടെ വരുന്നു, അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുന്നു. അയാൾ ഇവിടെ വന്ന് സമരം തുടങ്ങും. പക്ഷേ ഈ സമരത്തിന് പ്രതീക്ഷ ആളില്ലായിരുന്നു. ഇവിടുന്ന് ചാനലുകാരൊക്കെ പോയിരുന്നെങ്കിൽ, ലൈവായിട്ട് പോയിരുന്നെങ്കിലും 3000-4000 പേര് കൂടുതൽ ഇല്ലായിരുന്നു. അപ്പൊ ഈ ജന്തർ മന്ദറിൽ ഇവർ ഈ സമരം തുടങ്ങിയപ്പോഴത്തേക്ക് സർക്കാർ ആദ്യം ആള് തീർത്ത് കുറവായിരുന്നു. പതുക്കെ ഇവർ ഈ വെള്ളവും വൈദ്യുതി എല്ലാം വിച്ഛേദിച്ചു, അവിടുത്തെ ടോയ്ലറ്റുകളെല്ലാം പൂട്ടി, ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ബുദ്ധിമുട്ടിച്ച് ആ വിവരം പുറത്തോട്ട് പോയതോടെ ആൾക്കാർ കൂടി. അങ്ങനെയാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ, അയാൾ വരുന്നു. അയാൾ വന്ന് അയാൾ നിരാഹാരം തുടങ്ങുന്നു. അതിനുശേഷമാണ് ഇപ്പം ഇവർ നോക്കിയിരുന്ന് തക്കം പാർത്തിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുമ്പോൾ MP-മാർ മൊത്തം വരുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ ഘടകകക്ഷികൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഘടകകക്ഷികൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് ഇടപെടുന്നു. മാത്രവുമല്ല, അതിശക്തമായൊരു മുന്നേറ്റം ഇവിടേക്ക് ഉണ്ടാവുകയാണ്. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, മറുനാടൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനെ സത്യാഗ്രഹം ഇരിക്കുന്നു. അയാളുടെ സഹോദരൻ്റെ മരണം CBI അന്വേഷണം. കുറേ കാലമായിട്ട് അവൻ ഇരിപ്പുണ്ട്, ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അന്ന് പക്ഷേ അത് അയാൾ ഇപ്പോൾ ഇരിക്കുന്നു, അതിന് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അയാൾ അന്നൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടും അയാൾ അത് തൃപ്തനായിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ അതിനിടയ്ക്ക് അയാൾ നാട് മുഴുവൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്തു, കാസർഗോഡ് നടക്കുകയോ ഏതൊക്കെ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ഉണ്ട്. വലിയ വികാരം, നമ്മളത് ഏറ്റുപിടിച്ചു, വലിയ വികാരമായി. അന്ന് ഞാൻ അതിന് പോയി, വീഡിയോ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അന്ന് അവിടെ എത്തിയ ആൾക്കൂട്ടം കണ്ടാൽ ഒരു 15,000-20,000 പേരെടുത്തിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സ്ട്രോങ് തുടങ്ങി വരുന്ന സമയം. എന്നിട്ടും ആ സോഷ്യൽ മീഡിയയിലൂടെ അതത്ര ഇതൊരു ഇവിടെ ഞാൻ അതാണ് ആശങ്കപ്പെടുന്നതും BJP-യോടുള്ള എൻ്റെ ഒരു പേടിയും. അതായത് BJP ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. അതാണ് അവിടെ അവർക്ക് പറ്റിയൊരു പ്രശ്നം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പരീക്ഷയുടെ വിഷയമാണ്. നീറ്റ് പരീക്ഷയും അതുപോലെ തന്നെ OSM മാർക്ക് റീഡിംഗ്, CBSE +2 പരീക്ഷ. ഈ 2 വിഷയത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കണമെന്ന് ഇവർക്ക് ആവശ്യമുള്ള, ആദ്യമേ ഇത് ഇവരാവശ്യപ്പെടാതെ തന്നെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. അതാണ് അവിടെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ അയാളെ അങ്ങനെ രാജിവെപ്പിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് അവിടെയാണ്. അതായത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം മോദി ഇത്രയും പവർഫുൾ ആയിരിക്കുമ്പോൾ അവർ സ്വയം തിരുത്തേണ്ടത് തിരുത്തിയില്ലെങ്കിൽ കർഷക സമരം പോലെ. കർഷക സമരം നോക്കൂ, ഒരു കാര്യം എന്താ വെച്ചാൽ ജനം എന്തിനാണ് മോദിയെ ഇഷ്ടപ്പെടുന്നത്, ജനം എന്തിനാണ് BJP ഇഷ്ടപ്പെടുന്നത്? അവരിഷ്ടപ്പെടുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവുന്നു, ഭയങ്കരമായ രാജ്യം ബ്രാൻഡ് ചെയ്യപ്പെടുന്നു, മുന്നേറ്റം. അപ്പം അവർക്ക് അതിൻ്റെ ഒരു കൂട്ടുണ്ട്. ഉദാഹരണത്തിന് മതമൊക്കെ കൃത്യമായി സ്പിരിച്വൽ ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം വളരെ ഭംഗിയായിട്ട് അവരതിൻ്റെ അത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ ഹിന്ദുയിസ്റ്റിക് കൺസെപ്റ്റിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്താണ് അയോധ്യ സംഭവിച്ചത്.
അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്നൊരു പ്രചാരണം കൂടെ വന്നിട്ടുണ്ട്. ഈ സമരവേദിയിലേക്ക് BJP-ക്കാർ തന്നെയാണ് ആളെ കൂട്ടി വിട്ടിരിക്കുന്നതെന്നും ഈ ബഹളം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു പ്രചാരണം. അതൊക്കെ ചുമ്മാ പറയുന്ന ഒരു കൂലി. അങ്ങനെയല്ല ഇത്. കാരണം അയോധ്യയിലെ മോഷണം BJP-ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സത്യത്തിൽ BJP-ക്കാർ ചെയ്തതല്ല. അവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയിലുള്ള അവിടെ കൈ കാണുന്നവരെല്ലാം. അതെ, അപ്പൊ അതിന്റെ കുഴപ്പമില്ല. BJP എങ്ങനെ ക്ഷീണം ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ അയോധ്യ BJP-യുടെ ക്ഷേത്രമാണെന്ന രീതിയിലാണല്ലോ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി തന്നെ പൂജ നടത്തുന്നു, വലിയ പ്രതിഷ്ഠ നടത്തുന്നു. അങ്ങനെ പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ആളുകൾ അതിന് ഭരണസമിതി വരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ മോഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ശബരിമല എന്താണോ നമ്മൾ സാധാരണ ഭക്തർക്ക് CPM-നോട് വികാരമുണ്ടായത്, അത് തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് അവിടുത്തെ സാധാരണ ജീവനക്കാർ മാത്രമാണ് ഇതിനകത്ത് മോഷണം നടത്തി. ട്രസ്റ്റി ചെയർമാൻ അടക്കം ചമ്പത്തറായിക്കൊന്നും ഇതിനകത്ത് പങ്കുണ്ട്. ട്രസ്റ്റി അറിഞ്ഞാണ്. കാരണം ആദ്യം ഒരാൾ ഇതിനെ കണ്ടെത്തിയിട്ട് അതിനെതിരെ നടപടി അയാളെ പുറത്താക്കിയില്ലേ. ഞാൻ ചോദിക്കണം, ഈ സ്ഥാപനത്തിൽ ഒരു മോഷണം ഒരു ക്ലർക്ക് നടത്തിയെന്ന് കരുതുക. ഈ മോഷണം അയാളെക്കാൾ സീനിയർ ആയിട്ടുള്ള എന്റെ ശ്രദ്ധപ്പെടുത്തിയെന്ന് കരുതുക. അപ്പൊ ഞാൻ ഈ ശ്രദ്ധപ്പെടുത്തിന് പുറത്താക്കിയാൽ ഈ മോഷണത്തെ എനിക്കും പങ്കുണ്ടെന്നല്ല അതാണ് അർത്ഥം. അല്ലെങ്കിൽ ഞാൻ ആരെയാണ് വോട്ട് ചെയ്യാൻ പുറത്താക്കിയാണ് ഈ കുഴപ്പത്തിലുള്ള കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഇത് എന്തൊരു മോഷണമായിരുന്നു. ഇത് തൂത്തുവാരിയും കൊണ്ടുപോല. ആദ്യമൊക്കെ ഈ പറയുന്ന CCTV ക്യാമറ ഇവർക്ക് ഭയം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നുമില്ല, കൈ കിടന്ന മൊത്തം വാരിക്കൊണ്ട്. കാരണം എന്നാ, മോഷ്ടാവെന്ന് പറയുന്നത് ഈ ട്രസ്റ്റിന്റെ ആളായിരുന്നു. പിന്നെ ഇത് മൊത്തം ഞങ്ങളുടെ കയ്യിലാണ്, ഇത് ആര് പിടിക്കാനാണെന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് വേണ്ട ഇതിനെ കാണാൻ. അതെ, അങ്ങനെ ഒരു ഇമേജ് കോട്ടം തട്ട് നിൽക്കുമ്പോൾ ഈ പരമ്പരാഗത രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ മാതിരി ജോർജ് സോറോസിൻ്റെ ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞതിൽ നിന്ന് തലയുരാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ വീഡിയോയിൽ കാര്യം പറഞ്ഞിരുന്നു. ഇന്നിപ്പം മറ്റേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് പോലും ആൽഗോരിതമാണ്. അതെ. അപ്പോൾ എന്താണ് ജനം കാണേണ്ടത്, എന്താണ് ജനം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെയ്ത വീഡിയോ, ഇപ്പം ഞാൻ നമ്മുടെ ആ ഇടുക്കിയിൽ കോട്ടയത്ത് കാരിത്താസിൽ ആ ഭാഗത്ത് ഒരു നേഴ്സ് ആത്മഹത്യ ചെയ്തു, രണ്ട് പിള്ളേരായിട്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ഈ വാർത്ത ചെയ്യുകയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് സംഭവിച്ച ആ വാർത്തകളൊക്കെ തന്നെ യൂട്യൂബ് ഇത് സൂയിസൈഡ് വിഷയമാണെന്ന് കണ്ടെത്തി അത് അവർ ഇത് ചെയ്തു, നമുക്ക് ഫണ്ട് അതെല്ലാം നിർത്തിക്കളഞ്ഞു. എന്ന് മാത്രമല്ല, അത്തരം സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ സൂയിസൈഡിനെ കുറിച്ചാണ് വാർത്ത ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഫീഡിൽ കൊടുക്കണമെന്ന് നിർബന്ധമാക്കി. അങ്ങനെ കൊടുത്താൽ ആ സെക്കൻഡ് പിന്നെ ആ വാർത്ത ആരുടെ അടുത്ത് എത്തത്തില്ല. ഇവരത് ഓപ്ഷൻ ഇടും. ഓപ്ഷൻ അല്ല, ആ വാർത്ത ഓപ്പൺ ചെയ്യാൻ റീച്ച് പോകും. അപ്പോൾ ഒരാളുടെ ഇവർ റീച്ച് എടുക്കുന്നത്. ഇപ്പോൾ മറുനാടൻ്റെ വീഡിയോകൾ കൂടുതൽ ആളുകൾ കാണാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ആളുകൾ കാണുന്നതുകൊണ്ട് ഇതിനെ പുഷ് ചെയ്യും, യൂട്യൂബ് പുഷ് ചെയ്യും. ഇതേമാതിരി കോടികൾ മുടക്കി ഈ ഒരു ആൽഗോരിതം നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. ഇസ്രായേൽ ഒരു പരിധി വരെ അങ്ങനെ പിടിച്ചു നിന്നിരുന്നത്. പക്ഷെ അതിനെ മറികടക്കുന്ന തരത്തിൽ വലിയ ഫണ്ടിങ്ങോടുകൂടി മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് വെക്കുന്ന വലിയ സംവിധാനം. ഇപ്പൊ കാലം മാറിയതിന്റെ മാറ്റമാണ്. അപ്പൊ ഇതിനെ ഫണ്ട് ചെയ്യുന്ന ഒരാൾ ജോർജ് സോറോസ്, ആൽഗോരിതത്തെ കൺട്രോൾ ചെയ്യുന്ന അയാൾ ഒരു ലെഫ്റ്റ് ഇസ്ലാമിക് ലിബറൽ വോക്കിസ്റ്റ് പൊളിറ്റീഷ്യനാണ്. അതായത് ഇന്ത്യയുടെ നയങ്ങൾക്കെതിരെ നിൽക്കുന്നു. അപ്പൊ ഇന്ത്യ ഇവരെ ഭയപ്പെടുത്തുന്ന രാജ്യമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം മനുഷ്യ വിഭവശേഷിയാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് നമുക്കാവുള്ളത്. ചൈന പോലും നിയന്ത്രിച്ചിട്ട് നശിച്ചു പോയി. ആ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർക്ക് കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നമുക്കെല്ലാം അവിടെ ജോലി കിട്ടുന്നത്. അപ്പൊ ഇവർ നേരിടുന്ന പ്രശ്നം ജനസംഖ്യ കുറഞ്ഞു വരും. അപ്പൊ ഇന്ത്യക്ക് ഇത്രയധികം ജനസംഖ്യയുണ്ട്. ഇന്ത്യ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഈ ജനസംഖ്യയെ ട്രെയിൻ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു തൂപ്പുകാരനാണെങ്കിൽ മര്യാദയ്ക്ക് തൂപ്പ് പഠിപ്പിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളൊരു മേസ്തിരിയാണെങ്കിൽ മര്യാദയ്ക്ക് മേസ്തിരി പഠിപ്പിക്കുക. അപ്പൊ എല്ലാ തൊഴിലിലും നല്ല പരിശീലനം കൊടുത്താൽ നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മാറ്റിമറിക്കും. നമുക്ക് ആവശ്യത്തിലധികമുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് അടിസ്ഥാന സൗകര്യം വളർന്നുകൊണ്ടിരിക്കുക. ഈ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ടാവും. ആത്മവിശ്വാസം വന്നാൽ നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ആയതുകൊണ്ട് ഈ അമേരിക്കയിലുള്ള മുതലാളിമാർ ഇതൊന്നും നോക്കത്തില്ല. അവനിവിടെ കൊണ്ട് കാശ്. അതെ, അത് ശരിയാണ്. ആപ്പിളുകാരന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുമ്പോൾ പരമാവധി ചിലവ് കുറയ്ക്കാൻ നോക്കുന്നത്. അവൻ അമേരിക്ക എന്തായാലും ചിലവാ. ചൈനയേക്കാൾ കുറഞ്ഞ് ഇവിടെ ഉണ്ടാക്കാൻ അവനോട് ഉണ്ടാക്കും. അവൻ വിൽക്കുന്നത് എപ്പോഴും കൂടിയ വിലയ്ക്കാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് മൊത്തം ചൈനയുടെ സാധനങ്ങളുമാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പോയാൽ ഇന്ത്യ അതിശക്തമായിട്ട് വളരും. അപ്പൊ പിന്നെ ഇതിനെ തുരങ്കം വയ്ക്കാൻ വളരുമ്പോൾ രണ്ട് അപകടമുണ്ട്. ഒന്ന്, നമ്മുടെ വളർച്ച അവരുടെ വിപണിയെ ബാധിക്കും. രണ്ട്, ഇപ്പൊ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരന് ഇവിടെ അതേ ശമ്പളം കിട്ടും, അവനിക്ക് തിരിച്ചു പോരും. ഇപ്പൊ തന്നെ ഒരുപാട് പേര് അതിന് റെഡിയായിട്ട് നിൽക്കുമല്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഉള്ള റിസോഴ്സ് അവർക്ക് ഇല്ലാതാകും.
അതുകൊണ്ട് ഇന്ത്യയെ അട്ടിമറിക്കാനായിട്ടുള്ള വലിയൊരു ഗൂഢാലോചന, ഇത്തരം ഗൂഢാലോചനക്കാർ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കണം. അതുകൊണ്ട് തിരിച്ചറിയണം. അത് ആര് തിരിച്ചറിയണം? മോദി സർക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു വിഷയം ഒരു സമൂഹത്തിൽ ഒരാൾ ഉയർത്തി കാണിച്ചാൽ, ഞാനിപ്പോഴും പറഞ്ഞത്, ഒരു വിഷയം ഉയർത്തി കാണിച്ചാൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ നീറ്റ് പരീക്ഷ പോലെ ഇവിടുത്തെ സാധാരണ കുട്ടികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വീഴ്ച പറ്റിയെന്ന് സത്യമാണ്. അതെ, മന്ത്രിയല്ല അത് വീഴ്ച വരുത്തി, മന്ത്രിയല്ല വീഴ്ച വരുത്തി. പക്ഷേ ഇതിനകത്ത് നോട്ടക്കുറവുണ്ടായി. ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത സ്ഥാപനത്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനുള്ള ഇത് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കാണ്. അത് രാജിവെക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രെയിൻ അപകടം, എവിടെയെങ്കിലും ഒരു ട്രെയിൻ പാളം തെറ്റിയ അപ്പോൾ റെയിൽവേ മന്ത്രി രാജിവെക്കുമല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി 56 നെഹ്റു നോ പറഞ്ഞിട്ടും നോ, എനിക്ക് രാജിവെക്കണം. തമിഴ്നാട്ടിൽ വിമാനമാണ് 140 പേര് മരിച്ചു. റേഷൻ കുംഭകോണം ഏതാണ്ട് വന്നപ്പോൾ ആന്റണി രാജിവെച്ച്, അന്നേരം രാജിവെച്ചു പുള്ളി. പുള്ളിക്ക് രാജി എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആയിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പുള്ളി രാജിവെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ധാർമ്മികത ഇവരുടെ 3 ആവശ്യങ്ങളാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. 2, എന്തായിരുന്നു, നീറ്റ് പരീക്ഷയിൽ ഭാഗവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്, കുറെ കുട്ടികളുണ്ട്, അവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. 3, അങ്ങനെ മറ്റൊരു കാര്യമുണ്ട്. ഈ 3 ന്യായമായ കാര്യങ്ങളായിരുന്നു. അതിലൊരു ഒരെണ്ണവേലും സാധിച്ചു കൊടുക്കാൻ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്ന ഇത് പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇതിപ്പോൾ ഇവരിതിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ സമരം ശക്തി, ഇന്നിപ്പോൾ എന്താ അവരെല്ലാവരും വലിയ ഇപ്പം നമുക്കറിയാം, ഇവിടുന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വീടിന് മുമ്പിലേക്ക് നടത്തിയ മാർച്ചിന് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു. അതിനൊപ്പം തന്നെ നമ്മുടെ കേരള, കർണാടക മുഖ്യമന്ത്രിമാർ മുഴുവൻ അവിടെയുണ്ട്. പിന്നെ PC വിഷ്ണുനാഥിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. PC വിഷ്ണുനാഥിനെ അറസ്റ്റ് ചെയ്തു. ഡീൻ കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ CPMന്റെ MP മാരായിട്ടുള്ള ഈ ജോൺ ബ്രിട്ടാസിനെയും രാധാകൃഷ്ണനെയൊക്കെ ഇന്നലെ തന്നെ പോലീസ് കൈകാര്യം ചെയ്ത് വിട്ടു. MA ബേബി അടക്കമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ നോർത്തിൽ നിന്നുള്ള മുഴുവൻ ആൾക്കാരും വരുന്നുണ്ട്. കൂടാതെ കർഷക സമരത്തിന്റെ ആൾക്കാരും. വലിയ വിവാദം. സത്യം പറഞ്ഞ ഇവർ പോലീസിനെ ഭീകരമായിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു പോകുന്നുണ്ടല്ലോ. ഭയങ്കരമായിട്ട് ഇവര് യഥാർത്ഥത്തിൽ സമാധാനവും ഗാന്ധിയൊന്നുമല്ല, ഒന്നുമല്ലല്ലോ. അതൊക്കെ ചുമ്മാതാണ്. അവര് ജീപ്പും ബസ്സും എല്ലാം ഇത് അക്രമാസക്തമായിട്ട് പോകുന്നു. ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു അപകടം എന്താണ്, ഈ ഈ വെറും കണ്ണീർ വാതകം കൊണ്ടോ ലാത്തി ചാർജ് കൊണ്ടോ വെടിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു വെടിവെയ്പ്പ് ഉണ്ടായാൽ അതോടുകൂടി കഴിഞ്ഞു കാര്യങ്ങൾ മുഴുവൻ. പക്ഷേ സർക്കാർ ഇതിനകത്ത് കുറച്ചുകൂടെ ഔചിത്യം പാലിക്കേണ്ടിരുന്ന ഉചിതമായ ഒരു തീരുമാനം അവർ നേരത്തെ എടുക്കേണ്ടി. ഇത് എന്നേ കളയേണ്ട കാര്യമാണ്. ഇനിയാണെങ്കിലും ഈഗോ കളഞ്ഞ് അതെ മാറ്റിയെടുത്താൽ നല്ലത്. കർഷകരുടെ മുന്നിൽ തോറ്റതല്ലേ. ഇതിനകത്ത് കർഷകരെക്കാൾ അപകടം. കാരണം പിള്ളേർ സെറ്റാ. പിള്ളേർക്ക് ഒന്നാമത്തെ കാര്യം, ഈ ഇന്റർനെറ്റോ മൊബൈലോ ഇല്ലാത്ത ലോകം അവർ കണ്ടിട്ടില്ല. ഇല്ല, അവർക്കറിയില്ല അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നുള്ള കാര്യം. ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം ഇപ്പോഴും പഴയ രാഷ്ട്രീയം. അതെ, ഇതെന്താണ് ഇന്ന് അതിന് പകരം ഇവർ ചെയ്തത് എന്താ, മെട്രോ മുഴുവൻ അടച്ചു. ഇന്നലെ ഡൽഹി മെട്രോ മുഴുവൻ. അപ്പോഴും ഉണ്ട് 10,000 പേര് വീതം വെച്ചാണ് വരുന്നത്. അവർ വലിയ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ പരിപാടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കർഷകർ ട്രാക്ടറുമായിട്ട് ഇറങ്ങി അതുമായി ഇതിനെ കൊടുത്ത് അതുകൊണ്ട് മിക്സായ പ്രശ്നമാവില്ലേ. ഈ ഒരു ഇതോടുകൂടി ഗവൺമെന്റ് തന്നെ അട്ടിമറിക്കപ്പെടും. അത്ര വലിയ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി വളരെ ബുദ്ധിപരമായിട്ട് എന്തായാലും മനസ്സോടെയാണ് ചാടി ഇറങ്ങി. ഇപ്പൊ ചാടി ഇറങ്ങി, ഇപ്പൊ പിടികിട്ടി, പരിപാടി പിടികിട്ടി. ഇപ്പം പക്ഷേ ഇതിനെ ഇപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് ആന്റി നാഷണൽ പരിപാടിയാണ്. ആന്റി നാഷണൽ എലമെന്റ് ഉണ്ട്. അത് ഇല്ലാന്ന് പറയുന്നില്ല. ആന്റി നാഷണൽ എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആന്റി നാഷണൽ ആണെന്ന് പറഞ്ഞ് അടച്ചേവിച്ച് ഇത്രയും വലിയൊരു മൂവ്മെന്റിനെ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. നിങ്ങൾ നോക്കണം, ജമ്മു കാശ്മീരിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? അടുത്ത കാലത്ത് അത് ബുദ്ധിസ്റ്റുകളായിരുന്നു, അതല്ലാതെ മറ്റേ ആളുകളായിരുന്നില്ല. അത് വന്ന് ഈ ജൻസി വിപ്ലവം എന്ന് പറഞ്ഞാൽ വന്നത് അതാ തുടക്കം. പക്ഷെ അതവിടെ അപ്പം തന്നെ ചീറ്റിച്ചു കളഞ്ഞു. അതെന്നെ വെച്ചാൽ ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആടിച്ചൊതുക്കി പിടിച്ച് ജയിലിട്ട് തീർത്തു. ഇത് അതിനുവേണ്ടി കാത്തു നിന്നു. ഇന്നലെ ആള് കൂടി കഴിഞ്ഞപ്പോഴേ അതുകൊണ്ടാണ് പറ്റിയത്. ഈ 30 ദിവസം ഇത് വളരാൻ അവസരമൊരുക്കി കൊടുത്തു. അവിടെ നിന്നുകൊണ്ട് അവരുടെ വൈദ്യുതി ഓഫാക്കി കൊടുത്തു, കുടിവെള്ളം മുട്ടിച്ചു. അങ്ങനെ രാജ്യത്ത് മുഴുവൻ ചർച്ചയാക്കി ജനത്തെ സംഘടിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ എന്തോ പറ്റി, എതിരായിരുന്നവർ പോലും ഇതിന് അനുകൂലം. അവിടെയാണ് ഇപ്പൊ നമ്മളൊക്കെ ആദ്യം ഇതിന് എതിരായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇത് ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും ഇത് കാണുകയും ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇതിനകത്തൊരു നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഒക്കെ പോയിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസ് ഉണ്ട്. പിന്നെ ടൊവിനോ തോമസ് ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൊവിനോയൊക്കെ അതുപോലെ മൊത്തത്തിൽ നമ്മുടെ സാഹിത്യകാരന്മാരല്ലേ ഇതുപോലുള്ള യൂത്തിൻ്റെ ഐക്കണായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന് അനുകൂലമായിട്ട്. നമ്മുടെ വിഷയം നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദിയ പുളിക്കക്കണ്ടത്തിലേക്ക് പോകാം. പാലാ നഗരസഭ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ പണ്ട് വരായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ആര്യരാജൻ. അപ്പൊ ഞങ്ങളവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു പഞ്ചായത്തിൽ, അരുവാപ്പുലം പഞ്ചായത്തിൽ. എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു, വാർത്തയുടെ പേര് ചീത്ത വിളിച്ചില്ല, സ്നേഹത്തോടെ. അത് കടമ്പനാടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇത് രേഷ്മ മറിയം റോയ് എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ. ഇക്കുറി അവർ ജയിച്ചോ?
ഐക്കുറി ജയിച്ചിട്ടുണ്ട്, ബ്ലോക്കിലേക്കാണ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയാണ് ഇപ്പോൾ 21 വയസ്സോ 22 വയസ്സോ അല്ലേ ഉള്ളൂ. പക്ഷേ വലിയ കടും കൈ ആണ് നടന്നിരിക്കുന്നത്. ഇത് പോയി അല്ലേ? അത് അവിശ്വാസ പ്രമേയത്തിൽ ഇപ്പം 6 കോൺഗ്രസ് മെമ്പർമാരാണ് മൊത്തമുള്ളത്. ഇതിൽ 4 പേര് വിപ്പ് ലംഘിച്ചു. വിപ്പ് കൊടുത്തിരുന്നു ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇവർ 4 പേര് വിപ്പ് ലംഘിച്ചു പോയി. അതിനൊപ്പം തന്നെ ഇവരെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, മായ എന്ന് പറഞ്ഞ്, മായ രാഹുൽ എന്ന് കണ്ട കുട്ടിയുടെ പേര്. അവർ വിമതയായിരുന്നു. അവരും കൂടെ കൂടിയപ്പോഴത്തേക്ക് 12 LDFും ഈ 4 16 1 17 പേര് കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിശ്വാസം പാസ്സായി. ഈ ദിയ പുളിക്കക്കണ്ടം പുറത്തായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ദിയ എനിക്ക് ആ കുടുംബമായിട്ട് ബന്ധമുള്ള ദിയയെ അറിയാം, ബിജുവിനെ അറിയാം, ബിനുവിനെ അറിയാം. ബിജുവിൻ്റെ മകളല്ലയോ ദിയ? ബിനുവിൻ്റെ മകൾ. ബിജുവാണ് സുരേഷ് ഗോപിയുടെ ആളായിട്ട് നടന്നിരുന്ന ആള്. ബിനു പഴയ പൊളിറ്റീഷ്യനാണ്. ഈ ബിനുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിനുവിൻ്റെ മകളാണ്. ബിനുവിന് പ്രത്യേകം നമ്മൾ ചില ആളുകളുണ്ടല്ലോ ഭയങ്കര സ്വാധീനമുള്ളവർ. ഈ ബിനു CPM-ന്റെ മെമ്പറായിട്ടുണ്ട്, BJP-യുടെ കോൺഗ്രസിൻ്റെ ആയിട്ടുണ്ട്. ഇപ്പൊ അയാൾ സ്വതന്ത്രം. കേരള കോൺഗ്രസിലുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ആയിരുന്നു ആദ്യം. ഈ കുടുംബം കേരള കോൺഗ്രസ് ആയിരുന്നു. ഇവരെല്ലാം എല്ലായിടത്തും സഞ്ചരിച്ചു. ഇവരുടെ പിതാവ് ഈ കേരള കോൺഗ്രസ് മാണി സാറിന്റെ വിശ്വസ്തനായിരുന്നു. അപ്പം മാണി സാർ വളരെ വിശ്വസ്തനായി കൊണ്ട് നടന്നിരുന്ന ആളാണ്. അപ്പം ഇവർക്കെല്ലാ കണക്ഷനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ഇവർ 3 പേരും ഒരു മത്സരിക്കുകയാണ്. അതായത് ബിനുവിൻ്റെ മകളും ബിജു സ്വതന്ത്രമായി മത്സരിച്ച് ഇവർ 3 പേരും ജയിക്കുന്നു. അത്ര സാധ്യതയാണ്. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ഈ പാല. പക്ഷെ അവർ ഈ 3 പേരുടെയും UDF-ന്റെ പിന്തുണയോടെയാണ് ജയിച്ചത്. UDF സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കാതെ അവരെ, കാരണം ഇവർക്ക് LDF-നും ജോസ് കെ മാണിക്ക് പണി കൊടുക്കണമായിരുന്നു. അവർ മത്സരിക്കാതെ അവരെ അങ്ങ് പുറത്തുനിന്ന് പിന്തുണച്ചു. യഥാർത്ഥത്തിൽ അവരും UDF-കാർ തന്നെയാണ്. ഇപ്പൊ സുധാകരൻ പറയുന്ന പോലെ, സുധാകരൻ പറഞ്ഞില്ല ഞാൻ സ്വതന്ത്രനാ, ഞാൻ സർവ്വസ്വതന്ത്രനാ, ഞാൻ നിങ്ങളുടെ കൂടെ അല്ലെന്ന് പറയത്തില്ല. യഥാർത്ഥത്തിൽ UDF അല്ലേ ജയിപ്പിച്ചേ? UDF സ്ഥാനാർത്ഥി നിർത്താത്ത പോലല്ലേ? ഇവിടെ അത് തന്നെയാ. UDF സ്ഥാനാർത്ഥിയെ നിർത്താതെ പരോക്ഷമായി UDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ ഒരു 3 ജയിപ്പിക്കും. അന്ന് ദിയെ ഞാൻ ബിജുവായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അന്ന് ദിയെ നഗരസഭാ ചെയർപേഴ്സൺ ആകുന്ന ഞാൻ ബിജുവിനെ വിളിച്ചു പറഞ്ഞു, ബിജു നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരാണ്, നിങ്ങൾ ചെയ്യരുത്. കാരണം ഒന്നാമത്തെ കാര്യം ഞാനത് വീഡിയോ ചെയ്തു, ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം എനിക്ക് ആ കൊച്ചിനെ പരിചയമുണ്ട്. പാവം കൊച്ച്, നല്ല കൊച്ച്. ഒരു കാര്യത്തിലെ കൊച്ചിനെ അഭിമാനിക്കാം. എന്താ പറയുക, ആര്യരാജ്യം തന്നെ ആയില്ല, അഹങ്കാരം ഒന്നും കാണിച്ചില്ല, എളിമ നിലനിർത്തി. ആ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ഇത് ബിജു അല്ലെങ്കിൽ തന്നെ, അതായത് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ ബിജു ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി മറ്റേ നഗരസഭ വൈസ് ചെയർമാൻ ഇടിച്ച പേരിൽ പ്രതി കേസായിരുന്നു. നേരത്തെ നഗരസഭ യോഗത്തിൽ വെച്ച് അടിച്ചതിന്റെ പേര് കേസായിരുന്നു. അപ്പം ഇവിടുന്ന് പോകാൻ കണ്ട് ചെയ്തതാണ് CPM-ലേക്ക്. അങ്ങനെയാണ് അവിടുന്ന് CPM എന്ന് പുറത്താക്കുന്നത്. അപ്പം ഈ ബിജുവിൻ്റെ മകൾ ചെയർപേഴ്സൺ ആകുമ്പോൾ ബിജുവെ ഭരിക്കൂ. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയിൽ മറ്റേ അങ്ങ് പിന്തുണയ്ക്കുന്നവർക്ക് അസ്വസ്ഥ ഉണ്ടാവും. അപ്പം ഞാൻ അന്നേ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം പുറത്തുനിന്ന് അവരെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ പിന്തുണയിൽ അവർക്ക് ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞൊരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ആക്കണമെന്ന് പറയാം. കൊച്ചിന് എക്സ്പീരിയൻസും ആകും, ഇതും ആകും. അപ്പോൾ ഇവർ ധൃതി വെച്ച് ആദ്യം തന്നെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പോയി. സത്യത്തിൽ ഇത് സ്വാഭാവികമായൊരു ദുരന്തമായി ഞാൻ കാണുന്നത്. കാരണം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ പ്രാഞ്ചിയേട്ട സിനിമയ്ക്കകത്ത്, ഇത് പ്രാഞ്ചിയേട്ടല്ല വേറെ സിനിമ വെള്ളിമൂങ്ങയിൽ മന്ത്രിയാകാൻ ശ്രമിച്ച പോലെ ഇത് മൂക്കാതെ പഴുത്തു. പക്ഷെ എന്തായാലും കൊച്ചു പേരുദോഷം കേൾപ്പിച്ചില്ല. അങ്ങനെ ഗുണമുണ്ട്. അങ്ങനെ ഈ ആര്യ രാജേന്ദ്രനെ പോലെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ടില്ല. ഇതിനകത്ത് കോൺഗ്രസിനുള്ളിൽ എന്തോ ഒരു പടലപ്പിണക്കം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, അവരവിടെ മറ്റേ ഇവരുടെ പൊളിറ്റിക്സ് ആർക്കും പറയാൻ പറ്റത്തില്ല. BJP ആവാം, CPM ആവാം, കോൺഗ്രസ് ആവാം. ആ ഗ്രൂപ്പിനെ ഇവർക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കേണ്ടി വരും. മാത്രമല്ല, നോക്കൂ, 20-21 വയസ്സുള്ള കൊച്ച് ഈ മുതിർന്ന നേതാക്കളോട്, അതായത് ഒരുപക്ഷെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ കഴിവുള്ളവരായിരിക്കും അവിടെ ഇരിക്കുന്നത്. ആ നിർഭാഗ്യവശാൽ അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ മെമ്പറായിട്ടിരിക്കുക, അവിടെ ഇരിക്കാൻ പറയുക, ചെയ്യിപ്പിക്കുക. ഇത് ശരിയല്ലല്ലോ. അവരുമായിട്ട് ഏറ്റുമുട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. എന്തായാലും ഈ ആ കുടുംബത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവരത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പോയതിന്റെ ദുരന്തമാണ് ഇപ്പോൾ. അവരത് ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചാൽ മതിയായിരുന്നു. എന്തായാലും കൊച്ചി രക്ഷപ്പെട്ടെന്നറിയോ? കൊച്ചിന് ഇനി ഭാവി ഉണ്ടാവും, പഠിത്തമൊക്കെ ആയിട്ട് പോകാം. അല്ലെങ്കിൽ കൊച്ചിന്റെ രാഷ്ട്രീയ ഭാവി അതിന് പുറകെ പോയി പഠിത്തം പൂർത്തിയായാലും നോക്കണം. അതെ, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയത്. എന്തായാലും ആ കൊച്ച് നല്ല മിടുക്കി കൊച്ചാണ്, നന്നായിട്ട് ചിരിക്കും, നല്ല നിഷ്കളങ്കമായി സംസാരിക്കും. എന്തായാലും ദിയാ മോൾക്ക്
എല്ലാവിധ ആശംസകളും നേരുന്നു. അബദ്ധം തിരുത്തിയതിൽ നന്ദി പറയുക. കാരണം മോക്കിനി ഒരു ഭാവിയും ജീവിതം ഉള്ളതാണ്. അതാണ് പറയാനുള്ളത്. നമുക്ക് കള്ളൻ വിജയനെ കുറിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. കള്ളൻ വിജയന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പില് കഴിഞ്ഞ ദിവസം VS-നെ കുറിച്ച് ഉള്ള ലേഖനമായിരുന്നു. മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്ന് പറഞ്ഞിട്ട് KV സുധാകരൻ എഴുതിയ ലേഖനം. ആത്മകഥാപരമായ. KV സുധാകരൻ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ അല്ല, പിണറായിയുടെ അല്ല, VS മുഖ്യമന്ത്രി ആയിരിക്കും, അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു, പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണർ ഒക്കെ ആയിരുന്നു. മറ്റേ അബൂബക്കറാണ് പിണറായി. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മുടെ TC രാജേഷ് ഇല്ലേ, രാജേഷ് നമ്മുടെ സുഹൃത്താണല്ലോ. ഞാൻ ഇപ്പൊ നല്ല സുഹൃത്തല്ല, അതായത് നിങ്ങളായിട്ട് സുഹൃത്ത്. ഞാൻ നല്ല ബന്ധം. ഞാനല്ല, എന്താന്ന് വെച്ചാൽ ഈ രാജേഷിനെ ഞാൻ ഈ പിണറായി ഭരണകാലത്ത് ഇവരെല്ലാം കുറെ അടിമകളായി മാറിയത്. അതെ, ആ പിണറായി അടിമക്കൂട്ടത്തിൽ പെട്ടിരുന്ന രാജേഷ്. അല്ല, അത് അവരുടെ ഓരോ PR വർക്കിന് നിയോഗിക്കപ്പെട്ടിരുന്ന ആ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഈ പിണറായി അടിമകൾ, ഈ സോഷ്യൽ മീഡിയയിലെ കുറെ അടിമകളിൽ അല്പമെങ്കിലും മതിപ്പ് എനിക്ക് ബാക്കിയത് സെബിനോട് മാത്രം. സ്ഥിരമായിട്ട് എഴുതുന്ന ഇതിപ്പോ രാജേഷാണ് ഇത് എഴുതിയത്. ഈ കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തുമല അങ്ങനെ പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് ആ PO എന്ന പേരിൽ ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന നാടക കലാകാരനെ കുറിച്ച് അയാളുടെ നാടക ഗ്രാമത്തെക്കുറിച്ചും അയാളുടെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഈ നാടകത്തിന് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരു കൊട്ടക പോലും സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കള്ളൻ വിജയൻ എന്നുള്ളത് കള്ളൻ അയാളുടെ ഓമന പേരാണ്. ആ കള്ളൻ വിജയൻ. അപ്പോൾ ഈ VS-നെ കുറിച്ചുള്ള 1-ാം പേജ് ലേഖനത്തിൻ്റെ ബാക്ക് പേജിലെ അര പേജ് ഈ ലേഖനമായിരുന്നു. കള്ളൻ വിജയൻ നാടകഗ്രാമം PO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ട ആർക്കോ തോന്നി ഈ കള്ളൻ വിജയൻ എന്നുള്ള ഹെഡിങ് വന്നാൽ പിണറായി വിജയനായി പോകുമോ എന്നൊരു സംശയം. ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ പലർക്കും ഈ വിഷയം ആർക്കും അറിയില്ല. പലരുടെയും ധാരണ പിണറായി വിജയനെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ആരോ ഒരു സാധനം അത് കണ്ടിട്ട് മാറ്റി തന്ന. യഥാർത്ഥത്തിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയ വിവാദത്തിന്റെ പശ്ചാത്തലം പിണറായി വിജയനോട് യാതൊരു ബന്ധവുമില്ല. VS അച്യുതാനന്ദന്റെ അനുസ്മരണം ഇറക്കുന്നു. അതേ ആഴ്ചയിൽ തന്നെ കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു നാടകത്തെക്കുറിച്ച്. പക്ഷേ CPM-കാർക്ക് പോലും ദേശാഭിമാനിക്കാർക്ക് പോലും ഈ കള്ളൻ വിജയൻ എന്ന് പേര് കേട്ടാൽ അത് പിണറായി വിജയനാണെന്ന് തോന്നലുണ്ടായതുകൊണ്ട് വർണ്ണ്യത്തിൽ ആശങ്ക. അതുതാനല്ലയോ ഇത്? അതായത് ഈ ലോകത്ത് ഒരു കള്ളൻ വിജയനേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. നോക്കൂ, ഒരു പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ വൃത്തികളുടെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. എല്ലാ മനുഷ്യർക്കും, അതായത് CPM-കാർക്കും ദേശാഭിമാനക്കാർക്ക് പോലും കള്ളൻ വിജയൻ എന്ന് കേട്ടാൽ അത് ഞങ്ങളുടെ വിജയനാണ്, വേറെ ആളില്ല അത് തോന്നലുണ്ട്. അല്ല, ഇവിടെ ശരിക്കും പെട്ടുപോയ ഒരാളുണ്ട്. ആരാന്നറിയോ? നമ്മുടെ ഈ പൂമരൻ സ്വരാജ് റെസിഡന്റ് എഡിറ്ററാണ്. അന്ന് പുള്ളി ഒരു തന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞെന്നറിയോ, അങ്ങനെ ഒരു ആർട്ടിക്കിൾ ദേശാഭിമാനിയിൽ ഇല്ലേ ഇല്ല, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഞങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞതെന്ന്. അപ്പോഴാണ് നമ്മുടെ TC രാജേഷ് അതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ള വാരാന്ത പതിപ്പിൻ്റെ എഡിറ്ററായിട്ടുള്ള KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. എങ്ങനെ കള്ളം വിജയൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വന്നു. അപ്പോൾ സത്യാനന്തര കാലത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന സ്വരാജ് കള്ളം പറഞ്ഞു എന്നല്ലേ വന്നേ. അയാളെന്താ പറഞ്ഞേ? അങ്ങനൊരു ലേഖനം ഇല്ലെന്നാണ് പറഞ്ഞത്. CPM-ന്റെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥയുടെ പ്രതീകമാണ് ഈ നുണ പറയുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് ചെറിയൊരു സന്തോഷം. KR അജയന് പണി കിട്ടിയത്. KR അജയൻ്റെ മുറി പൂട്ടിയവർ ഇയാൾ പിറ്റേന്ന് രാവിലെ വരുമ്പോഴേ, തിങ്കളാഴ്ച രാവിലെ ഇയാൾ വരുമ്പോൾ ഇത് മുറി പൂട്ടിയിട്ടേക്കുക, ഇതെങ്ങനെ ഇവിടെ രഹസ്യമാക്കി വെച്ചിട്ട് സംഭവം പുറത്തു പോയി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഈ KR അജയൻ ഒരു എഴുത്തുകാരനൊക്കെയാണ്. എനിക്ക് അങ്ങ് അദ്ദേഹത്തോടുള്ള വിരോധം പറയാം. അതായത് ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു ലഹരി കൂട്ടായ്മയുണ്ട്, സങ്കേതം. അതിനകത്ത് അപ്പോൾ അത് പണ്ട് വളരെ മര്യാദ, ഇപ്പോൾ TNG-യുടെ കാലത്തൊക്കെ TN കുമാർ സ്ഥലത്ത് വളരെ മര്യാദയ്ക്ക് പോയിരുന്ന അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ വളരെ കുപ്രസിദ്ധിയായ ഒരു സുനിത ദേവദാസ് കാനഡയിൽ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവര് അന്ന് മാധ്യമത്തിലാണ്, അന്ന് മറുനാടിൻ്റെ നേരത്തെ അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നു. അതിന് മാധ്യമത്തിരിക്കുമ്പോൾ ഇവർ ഇതിനെതിരെ വാർത്ത കൊടുക്കുകയും നമ്മളോട് കൊടുക്കാം, നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് വാർത്തയും കൊടുത്തു. അപ്പം നമ്മളിത് കൊടുത്തോടുകൂടിയാണ് ഒരുപാട് വർഷം മുമ്പാണ്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കൊടുത്തോട് ഇത് വലിയ പേരായി. ഈ പ്രസിദ്ധി ആയതോടുകൂടി ഇവരെന്ത് ചെയ്തെന്നറിയാവോ, ഈ അജയൻ ആ പ്രസ് ക്ലബ്ബിലിരുന്ന് അജയ് ഈ പ്രസ് ക്ലബ്ബിലെ മദ്യപാന സങ്കേതത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ഈ KR അജയൻ. അവിടെ നിന്ന് അജയൻ്റെ ആവേശത്തിലാണ് കുറേ പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഓഫീസ് കല്ലെറിഞ്ഞു. നമ്മുടെ ഓഫീസ് ബോർഡെല്ലാം പറിച്ചു കളഞ്ഞു. നമ്മുടെ അമ്പലമുക്കിലായിരുന്നു ഓഫീസ്. ഞങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് പോലീസ് കേസെടുത്തിട്ട് അവർ കണ്ടു. എന്നെ വിളിച്ച് അന്നത്തെ SI, ഞാൻ പേര് പറഞ്ഞു, അന്നത്തെ SI എന്നോട് വിളിച്ച് പറഞ്ഞു പ്രതികളെ കണ്ടുപിടിച്ചത് എല്ലാം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്,
നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്താൽ പോരെ, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടണമെന്ന് ചോദിച്ചു. പിന്നെ നമ്മളതിൻ്റെ പുറകെ പോയില്ല. അപ്പം എന്നിട്ട് എന്നെ അന്ന് ഇവന്മാർ കള്ളു കുടിച്ച് മൂത്തിട്ട് വിളിച്ചിട്ട് ചീത്ത വിളിച്ചായിരുന്നു ഈ അജയൻ. ഞാനും തിരിച്ച് തെറി വിളിച്ചു. അന്ന് തന്നെ ഏത് കോൾ കൊടുക്കുകയും വിളിച്ച് തെറി വിളിച്ചാൽ തിരിച്ച് അതിനേക്കാൾ തെറി വിളിക്കുന്ന കാലമാണ്. ഇപ്പം പക്ഷേ ഞാൻ പരമാവധി പരിയില്ലാത്ത കോൾ എടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ അജയൻ പിന്നീടാണ് ഞാൻ ഈ അജയൻ എഴുത്തുകാരനാണെന്നൊക്കെ അറിയുന്നത്. അപ്പം ഞാൻ ഓർത്തോടെ ഈ ഇങ്ങനെ എഴുത്തുകാർ ഒരു കലാഹൃദയമുള്ള മനുഷ്യന് ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുമോ? ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഈ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നമുക്കിട്ട് പണി തന്നിട്ടവർക്കൊക്കെ ദൈവം പുറകെ നടന്ന് പണി കൊടുക്കും. അജയനെ സസ്പെൻഡ് ചെയ്തു. മാറ്റി നിർത്തി. സസ്പെൻഡ് ചെയ്തില്ല, ന്യൂസ് എഡിറ്റർ സ്ഥാനത്തുനിന്ന് മാറ്റി. ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഒരാൾ. ഇത് വലിയ പണിയല്ല, ഇത് ചെറിയ പണിയല്ല. അതായത് ഈ വാരാന്ത്യ പതിപ്പ് എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ ഒരു വലിയ പ്രസ്റ്റീജ് സാധനമാണ്. അതെ, അവരുടെ ഏറ്റവും നല്ലൊരു വലിയ എഴുത്തുകാർ. മറ്റ് ഒരു പത്രം തുറന്നാരും വായിച്ചില്ല, വാരാന്ത്യപ്പതിപ്പ് വായിച്ചു. പ്രഭാവർമ്മ, ഏഴാച്ചേരി രാമേന്ദ്രൻ. അതെ. അപ്പം ഇന്ന് ആ ശ്രീകണ്ഠൻ കരിക്കോ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇതേക്കുറിച്ച് കുറിപ്പിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എൻ്റെ പേര് മറന്നുപോയെന്ന്. യഥാർത്ഥത്തിൽ അയാൾ മറക്കാൻ കാരണം ഈ പ്രഭാവർമ്മ നായനാരുടെ പ്രസ് സെക്രട്ടറി ആയി പോയപ്പോൾ പകരം വന്ന ഏഴാച്ചേരി രാമേന്ദ്രനാണ്. ഏഴാച്ചേരിയുടെ കാലത്തായിരുന്നു ഈ ഇദ്ദേഹം നമ്മുടെ അനിൽ വള്ളിക്കോടൊക്കെ. അനിൽ വള്ളിക്കോട്, ഈ ശ്രീകണ്ഠനൊക്കെ. അപ്പം അനിലിൻ്റെ പേര് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പേര് അത് കഴിഞ്ഞാൽ ഞാൻ അറിയിക്കുന്നത്. കാരണം ഞാൻ പ്രഭാവർമ്മയുടെ കാലത്ത് സജീവമായിരുന്നു. ഏഴാച്ചേരിയുടെ കാലം പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പാണല്ലോ. അപ്പം ഈ ഏഴാച്ചേരി വന്നപ്പോൾ പ്രഭാവർമ്മയുടെ ആളെന്ന നിലയിൽ എന്നെ പതിയെ തഴഞ്ഞു. പ്രഭാവർമ്മ ഏറ്റവും കൂടുതൽ ജയിപ്പിച്ചിരുന്ന എന്നെ കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏഴാച്ചേരി വന്നപ്പോൾ ഞാൻ കുറച്ച് ചെയ്തെങ്കിലും പലപ്പോഴും എന്നോട് ഏഴാച്ചേരി മേടിച്ചു വെക്കും. പ്രഭാവർമ്മയുടെ കാലത്ത് പറഞ്ഞാൽ എനിക്ക് അസൈൻമെന്റ് തരുന്നു, ഞാൻ അസൈൻ ചെയ്താണെന്നാ പറഞ്ഞത്. ഈ നാടക കലാകാരനെ കുറിച്ചുള്ള സ്റ്റോറി അസൈൻ ചെയ്തതാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നുള്ളൊരു പര്യായം വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അത് അവര് പോലും അഭിമാനിക്കാർക്ക് പോലും തോന്നുകയാണ് ഇദ്ദേഹമാണ് കള്ളൻ. അത് കള്ളൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്ന് തോന്നും എന്ന അവസ്ഥ അവർക്ക് പോലും തോന്നാൻ തുടങ്ങി. അപ്പൊ പിന്നെ സാധാരണ ജനങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണെങ്കിലും വല്ലാത്ത അവസ്ഥ. അത് ഒരു നേതാവ് എത്തപ്പെടാൻ പറ്റുന്ന ഏറ്റവും ദയനീയമായ സ്ഥിതിയാണ് ഒരു പേര് കേൾക്കുമ്പോൾ. വിജയൻ എന്ന് കേട്ടാൽ അത് എന്നെക്കുറിച്ചാണ്, അത് വെറും വിജയനല്ല, കള്ളൻ വിജയൻ എന്ന് വെച്ചാൽ അത് എന്നെക്കുറിച്ച് മാത്രമാണ് എന്ന് കരുതുന്ന അവസ്ഥ ഭയങ്കര. ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ട്, ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നതിനേക്കാൾ 10 ഇരട്ടി പബ്ലിസിറ്റിയാണ് ഇത് ഇറങ്ങാതെ ഉണ്ടായത്. അവിടെയാണ് പ്രശ്നം. ഈ ഭയത്തിന് കാരണം ഇത് പിൻവലിക്കാതിരുന്ന. പണ്ട് ഇതുപോലെ ഏതാണ്ട് ഒരു സാധനം ഉണ്ടായത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ആ ദേശാഭിമാനിയുടെ നമ്മുടെ ജയൻ ഈ ഇപ്പോൾ കൊച്ചി മെട്രോയിലെ PRO നമ്മുടെ KV മധുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊരു വിഷയമുണ്ട്. ദീപികയിലെന്തോ സാധനം വന്ന് ഇതുപോലെ സൺഡേ സപ്ലിമെന്റ് വന്ന ആ കാലത്ത് ഈ ഫാരിസ് അബൂബക്കർ വിഷയത്തിൽ പബ്ലിഷ് ചെയ്യുകയോ പിൻവലിക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്ത വിഷയം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അന്ന് ജയനും മധു അവിടുന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തത്. മധു ആയിരുന്നു അന്ന് ചുമതലക്കാരൻ. മധു അതിൻ്റെ പേരിൽ ഇട്ടുപോവുകയും ചെയ്തിരുന്നത്. ഇതൊക്കെ സ്ഥിരം പതിവാണ്. അതായത് ഇതൊക്കെ പതിവാണ്. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു കേരളത്തെ 10 വർഷം ഭരിച്ച ഒരാൾ കള്ളനാണെന്ന് അയാളുടെ പാർട്ടിക്കാരും അയാളുടെ നേതാക്കളും ഉറച്ചു വിശ്വസിക്കുകയും ആ പേര് ഒരു പക്ഷേ പിണറായിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാവാം ഇയാൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താലോ എന്ന് ഭയന്നുമാവാം അല്ലേ? അങ്ങനെയും വരാം. അങ്ങനെ സാധ്യത. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേനും ഇതിപ്പം ഇത് അടിച്ചു വന്നിരുന്നെങ്കിലും ഇത് വിഷയമാനും. VS-ന്റെ ആർട്ടിക്കിൾ വരുന്ന ദിവസം ഇത് അദ്ദേഹത്തോടുള്ള കാവ്യനീതിയാണ്, പിന്നിൽ പിണറായി വിജയൻ കള്ളനാണെന്ന് പറയുന്നത്. അതിലൊക്കെ ഈ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയോ? VS-ന്റെ അനുസ്മരണക്കുറിപ്പുള്ള ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് മുക്കി എന്ന് പറഞ്ഞ അതായിരുന്നു വാർത്തയായിട്ട് വന്നത്. അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളോടൊപ്പം വാരാന്ത്യപ്പതിപ്പ് വരും. അല്ലെങ്കിൽ ഞായറാഴ്ച പത്രം ഇല്ലെങ്കിൽ ശനിയാഴ്ച വരും. അപ്പോൾ ഇത്തവണ ദേശാഭിമാനി ഞായറാഴ്ച പത്രത്തിലൊരു കുറിപ്പെഴുതി, ഇന്ന് സൺഡേ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത സാങ്കേതിക കാരണങ്ങളാൽ. അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ എന്താ VS-നെ കുറിച്ചൊരു ഇതുണ്ടെന്നുള്ളത് പുറത്തു വന്നു. അപ്പോൾ ഇതായിരിക്കും കാരണമെന്ന് കരുതിയാണ് ആദ്യം വാർത്ത വന്നത്. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ ഇത് വിഷയം അവിടെ നിന്ന് ചോർന്നു. എന്താണ് ഇത്? അങ്ങനെയല്ല, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതാണ് വിഷയം എന്ന് പറയുന്നു. ഏതായാലും കള്ളൻ വിജയൻ പിണറായി വിജയൻ ആണെങ്കിലോ എന്ന് കരുതി വലിച്ചതാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ അനുശോചനമൊക്കെ അറിയിച്ചിട്ടുണ്ട്, അനുസ്മരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ വലിയ ചുടുകാട്ടിലെ സമ്മേളനമൊക്കെ അദ്ദേഹം ഉദ്ഘാടനം. എന്തൊരവസ്ഥ! ഞാൻ ഈ ലോകത്തിൻ്റെ കാപട്യം, അതായത് VS അച്യുതാനന്ദൻ രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കാൻ പിണറായി ചെയ്ത പോലെ ദ്രോഹം VS-ന് ആരും ചെയ്തിട്ടില്ല. അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും വൃത്തികേടും കാണിച്ചത് VS-നോട് പിണറായി. അതിനുശേഷം അതിന് തുടർച്ചയായിരുന്നു 10 കൊല്ലം നാടിനോട് കാണിച്ചത്. പക്ഷേ VS എനിക്കത് കൃത്യം അറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ദീപിക വർക്ക് ചെയ്ത ആളാണ്.
ദേശാഭിമാനിയിലൂടെ വി എസിനെ അപമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് പരമാവധി ചെയ്യുന്നുണ്ട്. പത്രം വാങ്ങിച്ചു. പത്രം ഫാരീസ് അബൂബക്കർ, തൻ്റെ മാനസപുത്രനായ ഫാരീസ് അബൂബക്കറിനെ കൊണ്ട് ആ പത്രം വാങ്ങി. ഇന്നിപ്പം ജിഹാദി, മറ്റേ നേഴ്സിംഗ് സമരം പറഞ്ഞ ജിഹാദി എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പത്രം തന്നെ കത്തോലിക്ക സഭയിൽ കയറിയിരുന്ന മുഖപത്രമായ ദീപിക തന്നെ വാങ്ങി അറ്റാക്ക്. അന്ന് AKG സെന്ററിൽ നിന്ന് PM മനോജാണ്, എനിക്കറിയാവുന്നതാണ്, PM മനോജാണ് ദീപികയുടെ എഡിറ്റോറിയൽ എഴുതി സ്കാൻ ചെയ്ത് അങ്ങ് ഫാക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആലോചിക്കും, ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ AKG സെന്ററിൽ നിന്ന് ഫാക്സ് ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. അന്നാണ് ഇപ്പോൾ ഒരു ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പ്രോപ്പഗൻഡ സിനിമ ഇറങ്ങുന്നത്. അത് രഞ്ജി പണിക്കരെ കൊണ്ട് രൗദ്രം എന്ന് പറഞ്ഞൊരു സിനിമ എഴുതിച്ചു, മമ്മൂട്ടി നായകനായിട്ട്. പക്ക VS തെറി പറയുന്ന സിനിമയായിരുന്നു. നോക്കൂ, അത്രയധികം ഉപദ്രവിച്ച്, അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഇങ്ങനെ പിണറായിയെ പോലൊരു അവതാരം ഈ വൃത്തിയോട് കാണിച്ചില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും മഹാനായ, ഈ പിണറായി ഭരിക്കത്തേ ഇല്ല. കാരണം VS മരിക്കുന്നത് വരെ VS ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. വേറെ ആരും വരില്ല. അത്ര ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവത്തില്ല. അല്ല, അത് അന്ന് അട്ടിമറിച്ചല്ലേ. 2006 ഭരണ തുടർച്ച ഉണ്ടാവേണ്ടതാണല്ലോ. ഒരു വശം ഇതിനൊക്കെ മുമ്പേ ആവേണ്ടതല്ലേ. അതെ, 96 VS മുഖ്യമന്ത്രി ആവുകയും ഫുൾ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടരുകയും കേരളം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ മുഴുവൻ അട്ടിമറിച്ച് നശിപ്പിച്ച പിണറായി വിജയൻ മൊത്തം അട്ടിമറിച്ച് ഇപ്പൊ അനുസ്മരിക്കണം നടക്കുക. എന്തായാലും നമ്മുടെ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് കൗതുകമുണർത്തുന്ന ഒരു കഥയായി മാറുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയിട്ടും പിണറായി വിജയനെ വിടാൻ ഈ നാട് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒപ്പം പാറ്റകളുടെ വിഷയത്തിൽ മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ, BJP കുറച്ചുകൂടി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് കൈവിട്ടു പോകും. ദിയ പുളിക്കക്കണ്ടം കുഞ്ഞിന് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി അവൾക്ക് രാഷ്ട്രീയത്തിലൊക്കെ ഭാവിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എടുത്തിയാട്ടം മാറി ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ അവസരമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.